ഈ നിമിഷത്തിൽ വരുന്ന വാർത്ത രാഹുൽ മാങ്കൂട്ടത്തിന് വീണ്ടും മുൻകൂർ ജാമ്യം. ബലാത്സംഗ കേസിൽ രണ്ടാം പരാതിക്കാരി കൊടുത്ത മൊഴിയിലും രാഹുലിന് മുൻകൂർ ജാമ്യം ലഭിച്ചിരിക്കുന്നു. പരാതി രാഷ്ട്രീയ പ്രേരിതമാണ് എന്നുള്ളൊരു വാദമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്ത് ഉണ്ടായിരുന്നത്. നേരിട്ട് തന്നെ പരാതിക്കാരിയെ അന്വേഷണ സംഘം കണ്ട് രേഖപ്പെടുത്തിയ മൊഴിയായിരുന്നു. അതിനകത്ത് രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം അനുവദിച്ചുകൊണ്ട് കോടതി നിലപാടെടുത്തിരിക്കുന്നു എന്ന വിവരമാണ് ഈ നിമിഷത്തിൽ വരുന്നത്. തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് രാഹുൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത്. നാളെ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പിന്റെ രണ്ടാം ഘട്ട സമയത്ത് മുൻകൂർ ജാമ്യ ഹർജി തള്ളുകയാണെങ്കിൽ അത് അറസ്റ്റിലേക്ക് കടക്കുമോ എന്നുള്ളൊരു ചോദ്യങ്ങളൊക്കെ നിൽക്കുമ്പോൾ ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യം ലഭിച്ചതായിട്ടുള്ള വാർത്തയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ തവണയും രാഹുൽ ഈ വിഷയത്തിൽ രാഷ്ട്രീയ പ്രേരിതമായിട്ടാണ്, ഉഭയസമ്മത പ്രകാരമാണ് രാഷ്ട്രീയ പ്രേരിതമാണെന്നുള്ള വാദങ്ങൾ ഏത് തരത്തിലാണോ ആദ്യ പരാതിയിൽ രാഹുലിന്റെ ഭാഗത്തുനിന്ന് നിയമവാദങ്ങൾ ഉന്നയിച്ചത് അതുപോലെ തന്നെയുള്ള വാദങ്ങൾ തന്നെയായിരുന്നു രാഹുൽ ഇത്തവണയും കോടതിയിൽ എത്തിച്ചത്. പക്ഷേ അതിനുശേഷം കൂടിയാണ് രാഹുലിനെതിരായിട്ടുള്ള തെളിവുകൾ അന്വേഷണ സംഘം സമർപ്പിച്ചത്. TG സജിത്ത് ചേരുന്നു. സജിത്ത്, പരാതിക്കാരിയുടെ മൊഴിയടക്കമുള്ള തെളിവുകൾ രാഹുലിന്റെ വാദത്തിനു ശേഷം കോടതിയിൽ സമർപ്പിച്ചു. വളരെ വലിയൊരു കുരുക്കിലേക്ക് രാഹുൽ കടന്നേക്കും. മുൻകൂർ ജാമ്യ ഹർജി തള്ളാനുള്ള സാധ്യതകളൊക്കെ വിലയിരുത്തി. പക്ഷേ അതിന് വിരുദ്ധമായിട്ട് മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുന്നു. കർശന ഉപാധികളോടെ എന്നുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. ഏത് തരത്തിലാണ് മുൻകൂർ ജാമ്യം അനുവദിക്കപ്പെട്ടിരിക്കുന്നത് രാഹുൽ? അപർണ സൂചിപ്പിച്ചതുപോലെ രാഹുലിനെ സംബന്ധിച്ച് വലിയ ആശ്വാസം നൽകുന്ന കോടതി തീരുമാനമുണ്ടാവുന്നത്. രാഹുലിന്റെ മുൻകൂർ ജാമ്യ അപേക്ഷ കോടതി പരിഗണിച്ചു, അത് അംഗീകരിച്ചു. കർശന ഉപാധികൾ, അതായത് അന്വേഷണവുമായി പൂർണ്ണ സഹകരിക്കണം എന്ന നിബന്ധനയാണ് കോടതി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. മറ്റു കൂടുതൽ നിബന്ധനയുടെ വിശദാംശങ്ങൾ കൂടി വരേണ്ടതുണ്ട്. പക്ഷേ രാഹുലിനെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്തിക്കൊണ്ടായിരുന്നു ഇന്ന് പ്രോസിക്യൂഷന്റെ നീക്കം. പെൺകുട്ടിയെ പിന്തുടർന്ന് ശല്യപ്പെടുത്തുക, തടഞ്ഞുവയ്ക്കുക, അതിക്രമിച്ചു കയറുക എന്നീ വകുപ്പുകൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടായിരുന്നു അന്വേഷണ സംഘത്തിന്റെ നീക്കമുണ്ടായത്. പക്ഷേ അത് അംഗീകരിച്ചിട്ടില്ല. ഒപ്പം തന്നെ കൃത്യമായ സമയത്ത് കോടതിയിൽ ഹാജരാവുക അടക്കമുള്ള വ്യവസ്ഥകൾ കൂടി കോടതി ഇതിന്റെ ഭാഗമായി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. നിലവിൽ ഒളിവിൽ ഉള്ള രാഹുലാണ് ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിച്ചത്. രാഹുലിന്റെ ഈ ജാമ്യാപേക്ഷ കോടതി അംഗീകരിക്കുകയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തെ സംബന്ധിച്ച് അങ്ങേയറ്റം ആശ്വാസം നൽകുന്നതാണ്. ആദ്യ കേസിൽ കോടതിയുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ അന്തിമ തീർപ്പായിട്ടില്ലെങ്കിൽ, ഹൈക്കോടതിയിൽ അന്തിമ തീർപ്പായിട്ടില്ലെങ്കിൽ കൂടിയും നിലവിൽ ജാമ്യത്തിന്റെ പരിഗണനയിൽ തന്നെയാണ് രാഹുൽ ഉള്ളത്. ഇത് രണ്ടാമത്തെ കേസിലും മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുന്നു. പ്രോസിക്യൂഷൻ പ്രധാനപ്പെട്ട തെളിവുകളൊക്കെ കോടതിയിൽ ഹാജരാക്കിയിരുന്നു. പ്രത്യേകിച്ച് ഈ പെൺകുട്ടിയുടെ മൊഴി, ഒപ്പം തന്നെ പെൺകുട്ടി നൽകിയ ചില തെളിവുകളടക്കം ഇന്ന് കോടതിയിൽ കൊണ്ടുവന്നിരുന്നു. പുതിയ വകുപ്പുകളടക്കം ചുമത്തിക്കൊണ്ടായിരുന്നു പ്രോസിക്യൂഷന്റെ നീക്കം. എന്തായാലും ഇത് രാഹുലിന്റെ വാദം അംഗീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ മുൻകൂർ ജാമ്യം കോടതി അനുവദിച്ചിരിക്കുന്നത്. സജിത്ത്, ഏതായാലും നാളെ വോട്ടെടുപ്പ് രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ഈ മുൻകൂർ ജാമ്യ ഹർജി തള്ളുകയാണെങ്കിൽ അത് അറസ്റ്റിലേക്ക് നീങ്ങുക, പോലീസ് അങ്ങനെ ഒരു നീക്കത്തിലേക്ക് കടക്കുക, ഇത്തരം ചില ഒരുപക്ഷെ അത്തരം ഒരു സാഹചര്യത്തിലേക്ക് കടന്നേക്കും എന്നുള്ള ചില സൂചനകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ വളരെ പ്രധാനപ്പെട്ട മൊഴി കൂടിയാണ് പരാതിക്കാരി നൽകിയതെന്നുള്ള സൂചനകളെല്ലാം പുറത്തു വന്നതാണ്. അതിൽ കൃത്യമായ ബലാത്സംഗമാണ് നടന്നിരിക്കുന്നത്, ആ രീതിയിലുള്ള ബലപ്രയോഗമാണ് നടന്നിരിക്കുന്നത് എന്ന് ഉള്ള മൊഴികൾ കൊടുക്കുമ്പോഴും പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്ന് വലിയ ആത്മവിശ്വാസം ഉണ്ടായിരുന്നില്ലേ ഇത്തവണ മുൻകൂർ ജാമ്യം ഹർജി തള്ളുമെന്ന്? രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുന്നു. പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം രണ്ടാമത്തെ പരാതിക്കാരിയുടെ മൊഴി, അതിൽ വളരെ കൃത്യമായിട്ടുള്ള തെളിവുകൾ കൂടി മുന്നോട്ട് വെച്ചിരുന്നു പ്രോസിക്യൂഷൻ. മുൻകൂർ ജാമ്യ ഹർജി തള്ളിയേക്കുമെന്നുള്ള ചില വിലയിരുത്തലുകൾ ഇതിന് കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ രാഹുലിനെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമാണ്. കാരണം നാളെ രണ്ടാം ഘട്ട വോട്ടെടുപ്പിലേക്ക് കടക്കുന്നതിന് മുൻപ് രാഹുലിന് മുൻകൂർ ജാമ്യം ലഭിച്ചിരിക്കുന്ന ഒരു സാഹചര്യം. അതല്ലെങ്കിൽ അറസ്റ്റിലേക്ക് ഏത് തരത്തിലാണ് പോലീസിന്റെ നീക്കം എന്നുള്ള ചോദ്യം കൂടി ഉണ്ടായിരുന്നു. സജിത്ത്, പ്രോസിക്യൂഷന്റെ ഭാഗത്ത് വലിയ ആത്മവിശ്വാസം ഉണ്ടായിരുന്നില്ലേ ഈ തരത്തിലുള്ള കൂടുതൽ കൃത്യമായിട്ടുള്ള തെളിവുകൾ കൂടി മുന്നോട്ട് വെക്കുമ്പോൾ മുൻകൂർ ജാമ്യ ഹർജി തള്ളിയേക്കും കോടതി എന്നുള്ള ഒരു ആത്മവിശ്വാസം പ്രോസിക്യൂഷന്റെ ഭാഗത്തുണ്ടായിരുന്നില്ലേ? വലിയ ആത്മവിശ്വാസം പ്രോസിക്യൂഷൻ ഉണ്ടായിരുന്നു. ആദ്യ കേസിനെ അപേക്ഷിച്ച് ഈ കേസിന് അല്പം കൂടി ശക്തമായ ചില എവിഡൻസുകൾ കോടതിക്ക് മുന്നിൽ എത്തിക്കാൻ കഴിഞ്ഞു എന്നതായിരുന്നു പ്രധാനമായും
പ്രോസിക്യൂഷന്റെ ആത്മവിശ്വാസം. പക്ഷേ കോടതി അത് അംഗീകരിച്ചില്ല. പക്ഷേ രാഹുലിനെ സംബന്ധിച്ച് കർശനമായ നിബന്ധനകൾ, അന്വേഷണവുമായി പൂർണ്ണ സഹകരിക്കണമെന്ന നിബന്ധനകൾ അടക്കം കോടതി മുന്നോട്ട് വെച്ച സാഹചര്യത്തിൽ രാഹുലിന്റെ ഒളിവ് ജീവിതം അവസാനിപ്പിക്കേണ്ടി വരുന്നു. അതുതന്നെയാണ് ഏറ്റവും സുപ്രധാനമായ കാര്യം. ഇപ്പോൾ ഒളിവിലുള്ള രാഹുലിന് ഈ കോടതി നിർദ്ദേശപ്രകാരം ഒളിവ് ജീവിതം അവസാനിപ്പിച്ച് പുറത്തേക്ക് വരേണ്ടി വരും എന്ന സാഹചര്യം കൂടിയാണ്. അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാവേണ്ടി വരും എന്നതുകൂടിയാണ് ഈ കോടതി വിധി ശരിവെക്കുന്ന ഒരു കാര്യം കൂടി. അപ്പോൾ ജാമ്യം കിട്ടിയില്ലെങ്കിൽ കൂടിയും ജാമ്യാപേക്ഷ അംഗീകരിക്കപ്പെടുന്നു എങ്കിൽ കൂടിയും ഒളിവ് ജീവിതം അവസാനിപ്പിച്ച് രാഹുലിന് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാവേണ്ടി വരും. അങ്ങനെയെങ്കിൽ ഇന്ന് തന്നെ ഇത് സംബന്ധിച്ച ഒരു നീക്കം ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇത് പ്രോസിക്യൂഷൻ വലിയ കോൺഫിഡൻസിലാണ് യഥാർത്ഥത്തിൽ ഈ കേസിൽ മുന്നോട്ട് പോയത്. കാരണം രണ്ടാമത്തെ ഈ കേസിൽ യുവതിയുടെ മൊഴി, 23 വയസ്സുകാരി, കേരളത്തിന് പുറത്തുള്ള യുവതി, അവരുടെ മൊഴിയിൽ ഗുരുതരമായ ആരോപണമാണ് രാഹുലിനെതിരെ ഉന്നയിച്ചിരുന്നത്. തന്നെ ബലാത്സംഗം ചെയ്തു, ക്രൂരമായി ബലാത്സംഗം ചെയ്തു, വിവാഹ വാഗ്ദാനം ചെയ്തുള്ള ബലാത്സംഗമാണ്. ഇത് സംബന്ധിച്ചുള്ള തെളിവുകളൊക്കെ, മൊഴിക്ക് പുറമെയുള്ള ചില തെളിവുകളൊക്കെ അന്വേഷണ സംഘം കോടതിക്ക് മുമ്പാകെ എത്തിച്ചിരുന്നു. പക്ഷേ അത് സ്വാഭാവികമായും പ്രോസിക്യൂഷന്റെ ആ വാദം പൂർണ്ണമായി കോടതി അംഗീകരിച്ചില്ല എന്നത് വേണം ഈ ജാമ്യാപേക്ഷ അനുവദിച്ചതിലൂടെയുള്ള കോടതിയുടെ നീക്കത്തിൽ നിന്നും മനസ്സിലാവുന്നത്. എന്തായാലും രാഹുലിനെ സംബന്ധിച്ച് ആശ്വാസം നൽകുന്നതാണ്. പക്ഷേ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാവേണ്ടി വരും, അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കേണ്ടി വരും, ചോദ്യം ചെയ്യലിന് വിധേയനാവേണ്ടി വരും. ഇതാണ് അന്വേഷണത്തിന്റെ തുടർ നീക്കങ്ങളിൽ പ്രസക്തമാകുന്ന കാര്യം. ഒരു കാര്യം വ്യക്തമാണ്, ഈ തെരഞ്ഞെടുപ്പിന്റെ ദിവസങ്ങളിൽ രാഹുലിനെ ചോദ്യം ചെയ്തടക്കമുള്ള, മൊഴിയെടുപ്പ് അടക്കമുള്ള തുടർ നീക്കങ്ങൾ എന്തായാലും ഉണ്ടാവും. അതായത് വരുന്ന മണിക്കൂറുകളിൽ തന്നെ ഒരു പക്ഷേ രാഹുൽ മാങ്കൂട്ടം തന്റെ ഒളിവ് ജീവിതം അവസാനിപ്പിച്ച് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാവുന്ന സാഹചര്യം ഉണ്ടായി. സജിത്ത്, അത് തന്നെ, അത് ആരെയാണ് കൂടുതൽ പ്രതിരോധത്തിലാക്കുക തെരഞ്ഞെടുപ്പ്, ഈ വോട്ടെടുപ്പിന്റെ രണ്ടാം ഘട്ടത്തിൽ എന്നുള്ള ഒരു ചോദ്യം കൂടി കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എഴുതി തള്ളിയതാണ്. എന്തുകൊണ്ട് പിണറായിയുടെ പോലീസിനെ പിടിക്കാൻ കഴിയുന്നില്ല എന്ന് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് ഇപ്പോൾ രാഹുൽ പുറത്തിറങ്ങുമ്പോൾ അതേത് തരത്തിലായിരിക്കും കോൺഗ്രസ് നേതാക്കന്മാരുടെ പ്രതികരണം ഉണ്ടാകുക? തെരഞ്ഞെടുപ്പിന്റെ ആ ഒരു ഘട്ടത്തിന്റെ ഈ അവസാന മണിക്കൂറുകളിലേക്ക് രാഹുൽ എത്തുകയാണെങ്കിലും സ്വാഭാവികമായിട്ടും ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും എങ്ങനെയുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകും? ഇതൊരു അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ അത്തരം ഒരു ആശയക്കുഴപ്പം, പ്രതികരണത്തിൽ ആശയക്കുഴപ്പം നേതാക്കന്മാരിൽ ഉണ്ടാക്കാൻ സാഹചര്യം ഉണ്ടാക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് കൂടി ആണോ രാഹുൽ ഒളിവ് ജീവിതം അവസാനിപ്പിക്കുകയാണെങ്കിൽ മണിക്കൂറുകൾ കടക്കുക? അപർണ, ഈ സംസ്ഥാനം കടന്നുപോകുന്ന പശ്ചാത്തലം, അതിന്റെ രാഷ്ട്രീയ പ്രാധാന്യം, അതുതന്നെയാണ് ഈ കേസിൽ ഏറ്റവും നിർണായകമാക്കുന്നത്. ഒരുപക്ഷെ മറ്റൊരു ഘട്ടത്തിലാണെങ്കിൽ കൂടുതൽ അഭിപ്രായ പ്രകടനങ്ങൾക്കും അത്തരം നീക്കങ്ങൾക്കുമൊക്കെ സാധ്യതയും സാഹചര്യവും സാവകാശവും ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ കോൺഗ്രസും UDF നേതാക്കളും വളരെ കരുതലാവും പ്രതികരിക്കുക. അതായത് ഇപ്പോൾ ജാമ്യാപേക്ഷ അനുവദിച്ചെങ്കിലും ഒരു തരത്തിലുള്ള ആഹ്ലാദ പ്രകടനമോ അനുകൂല പ്രസ്താവനകൾക്കോ ഒന്നും ഒരു തരത്തിലുള്ള സാധ്യതയില്ലാത്ത നിലപാടായിരിക്കും സ്വീകരിക്കുക. കാരണം രാഹുലിനെ തങ്ങൾ തള്ളിക്കഴിഞ്ഞതാണ്. രാഹുൽ പാർട്ടി അംഗമല്ല, പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താവേണ്ടതാണ്, ആക്കിയതാണ്. MLA സ്ഥാനം തന്നെ രാജിവെക്കണം എന്ന നിലപാട് നേതാക്കൾ എടുത്തതാണ്. അതുകൊണ്ട് രാഹുലിന് അനുകൂലമോ പ്രതികൂലമായി വരുന്ന ഒരു കോടതി നീക്കത്തോടും ഒരു തരത്തിലുള്ള പ്രതികരണവും പാടില്ല എന്ന നിർദ്ദേശം നേതാക്കൾക്കിടയിൽ പൊതുവിലുണ്ട്. പക്ഷേ ചോദ്യം സ്വാഭാവികമായി ഉയരുമ്പോൾ ഏതെങ്കിലും നേതാക്കൾ അനുകൂലമായ പ്രതികരണങ്ങളൊക്കെ നടത്തുമോ എന്നതും പ്രസക്തമായ കാര്യമാണ്. എന്തായാലും നാളെ തെരഞ്ഞെടുപ്പാണ് വടക്കൻ കേരളത്തിൽ രണ്ടാം ഘട്ടത്തിൽ. സ്വാഭാവികമായും ഈ വാർത്ത ചർച്ചയാവാതിരിക്കാനുള്ള ജാഗ്രതയായിരിക്കും കോൺഗ്രസിൽ നിന്നും UDFിൽ നിന്നും പൊതുവിൽ നമുക്ക് പ്രതീക്ഷിക്കാനാവുന്നത്. അതുകൊണ്ട് ആ ജാഗ്രത എടുത്തു തന്നെയായിരിക്കും മുന്നോട്ട് പോവുക. പക്ഷേ പ്രോസിക്യൂഷന് മുന്നിൽ ഒരു സാധ്യതയുണ്ട്. അതായത് ജാമ്യം നൽകരുത് എന്ന ആവശ്യം നിരാകരിക്കപ്പെട്ടെങ്കിലും അന്വേഷണ സംഘത്തിന് മുന്നിലേക്ക് രാഹുലിന് വരേണ്ടി വരും. അങ്ങനെ വന്നാൽ അതുണ്ടാക്കുന്ന കാഴ്ചകളും രാഷ്ട്രീയ നീക്കങ്ങൾക്കും തെരഞ്ഞെടുപ്പ് ദിവസം പ്രസക്തി ഏറെയാണ് താനും. സ്വാഭാവികമായും ഇനി ഒളിവ് ജീവിതം അവസാനിപ്പിച്ച് രാഹുൽ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാവേണ്ടി വരും. അത് കോടതിയുടെ കർശനമായ നിബന്ധന നിർദ്ദേശം അങ്ങനെ ഉള്ളതാണ്. അങ്ങനെയെങ്കിൽ ഇന്നും നാളെയുമായുള്ള ആ നീക്കങ്ങൾ അന്വേഷണ സംഘത്തിന് മുന്നിൽ രാഹുലിന് ഹാജരാവേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവും. ചോദ്യം ചെയ്യലുണ്ടാവും, തുടർ നീക്കങ്ങൾ ഉണ്ടാവും. അത് അന്വേഷണ സംഘത്തിന്റെ ഒരു സ്വാതന്ത്ര്യമാണ്. അറസ്റ്റിന് മാത്രമായിരിക്കും തടസ്സമുണ്ടാവുക. അപ്പോൾ നമുക്ക് നാളെ ഈ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ രാഹുലിനെ ചോദ്യം ചെയ്യുന്ന അടക്കമുള്ള കാഴ്ചകൾ ഒരുപക്ഷെ ഉണ്ടാവാനുള്ള സാധ്യത തീർച്ചയായും തള്ളിക്കളയാനാവില്ല.